Hey guys, welcome back to Prapthvi. ഞാൻ Anushree. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു പെയിൻറ്റിങ് റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റിങ്ങിൽ തീരെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് ബോറിംഗ് ആയിട്ട് തോന്നാം. പക്ഷേ ഇപ്പോൾ ഒരു കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് എങ്ങനെയാണ് പെയിൻറ്റിങ് ചെയ്യണത്, അതെങ്ങനെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ കുറച്ചൊക്കെ എന്താ പറയുക അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഫീൽ ചെയ്യും. സോ ബേസിക്കലി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെറ്റ് പോർട്രേറ്റ് ഞാൻ എങ്ങനെയാണ് ചെയ്യാറ് കുറച്ച് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അതെങ്ങനെയാണ് ചെയ്യണത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ പെയിൻറ്റിങ് ടിപ്സ്, നിങ്ങൾക്ക് എന്തൊരു ടൈപ്പ് ഓഫ് പെയിൻറ്റിങ് ചെയ്യണ സമയത്ത് നിങ്ങൾക്കത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ഞാനിതിൽ പറയുന്നുണ്ട്. സോ ഐ ഹോപ്പ് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. സോ എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ പറയുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പെറ്റ് പോർട്രേറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ. ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. സോ ഇത് ഓൾറെഡി കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ള പടമാണ്. ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഡാഷണ്ടിൻ്റെ സംഭവം. ഇനി ഒരു പോമറേനിയൻ മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ അത് ഞാനിന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് കൂടി ഷെയർ ചെയ്യാം. കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം. സോ ഇതിൻ്റെ ഓൾറെഡി ജസ്റ്റ് ഒരു റഫ് ഔട്ട്ലൈൻ മാത്രം വരച്ചിട്ടുണ്ട്. ജസ്റ്റ് കണ്ണും ചെവിയും ആ ഒരു പ്രപ്പോർഷന് വേണ്ടിയിട്ട് മാത്രം വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നു എന്നാണ് കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് വേഗം ചെയ്യാം. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മൾ വരയ്ക്കാൻ പോകുന്ന പിക്ക്. സോ ബേസിക്കലി ഇതൊരു വൈറ്റ് പോമറേനിയനാണ്, എന്നാലും കുറച്ച് ഷെയ്ഡ്സൊക്കെ അതിൽ വരും. സോ നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഇത് വൈറ്റ് കളറാണെങ്കിലും ഒരുപാട് ഷെയ്ഡ്സ് വരും. ഓക്കെ, ഇപ്പം നമുക്കിതിൽ കാണാം പ്യുവർ വൈറ്റ് ആണെങ്കിലും അതിൽ ചിലപ്പോൾ കുറച്ചൊരു യെല്ലോയിഷ് ഷെയ്ഡ് വരും, അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് ഗ്രീനിഷ്. അങ്ങനെ നമ്മളൊരു കളർ നോക്കുമ്പോൾ തന്നെ നമ്മളതിൽ എന്ത് ടൈപ്പ് ഓഫ് ഷെയ്ഡാണ് ഉള്ളതെന്നൊന്നും ജസ്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ പ്ലെയിൻ വൈറ്റിൽ മാത്രം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. സോ ഇപ്പം ഞാൻ ഇവിടെ ബേസായിട്ട് ജസ്റ്റ് കുറച്ച് വൈറ്റ് കളറാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഒരിക്കലും ഒരു പെയിൻറ്റിങ് ഒറ്റയടിക്ക് നമുക്ക് ഒരൊറ്റ സ്ട്രെച്ചിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് ഷെയ്ഡ്സ് പോലെ വെക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം വെക്കുന്നത് എക്സാക്റ്റ് കളർ ആയിക്കൊള്ളണമെന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇപ്പോൾ ഇതിനെ ഒരു വൈറ്റ് ടോൺ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഇപ്പോൾ ഈ ഡോഗിൻ്റെ ഒക്കെ പോർട്രേറ്റ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലിങ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫറാണ്. ഇതിൻ്റെ ആ ടൈനി ഹെയർസൊക്കെ നന്നായിട്ട് വെച്ചാലാണ് ആ ഒരു ലുക്ക് കിട്ടുള്ളൂ. സോ അതാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. സോ ആദ്യം ഞാൻ ജസ്റ്റ് ഒരു ബേസ് കോട്ട് അടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോളോ ചെയ്യുന്ന ആദ്യം ഒരു ബേസ് ഔട്ട്ലൈൻ കൊടുക്കും. ഓക്കെ, ബേസ് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ആണ് ഞാൻ ഏത് ഷെയ്ഡാണോ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡും ഒരു ബേസ് കോട്ട് കൊടുക്കും. അതായത് സിമിലർ ആ ബോഡി കളറായിട്ട് കുറച്ച് സിമിലർ ആയിട്ടുള്ള കളർ, എക്സാക്റ്റ് ആ ടോൺ വെക്കില്ല. ഓക്കെ, എന്നിട്ട് അത് വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഒന്ന് ഫിൽ ചെയ്തിട്ട് എടുക്കും. ആ സ്ട്രോക്സ് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് മാത്രം സ്ട്രോക്ക് കൊടുത്താലാണ് കുറച്ചും കൂടി ഫിനിഷിങ് ഉണ്ടാവുക. ലൈക്ക് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഫിനിഷിങ് ഉണ്ടാവും. സോ പക്ഷേ ഇതിപ്പോൾ എന്താ പറയുക, ഇങ്ങനത്തെ നമ്മുടെ ഇതിൻ്റെ ഫേസ് അങ്ങനെയാണല്ലോ. സോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് സ്ട്രോക്ക് ഡിഫറെൻറ്റ് പോലെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആദ്യത്തേന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ ഞാനത് പെട്ടെന്ന് അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. സോ ഏകദേശം നമ്മളിപ്പോൾ ഇങ്ങനൊരു വൈറ്റ് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വൈറ്റ് കളർ എടുത്തിട്ട് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോൾ വൈറ്റ് കളറായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഫുള്ളി വൈറ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിനിഷ് ആവേണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു വൈറ്റ് കളറാണെങ്കിലും അതിനും ഉണ്ടാവും ഡാർക്കർ ഷെയ്ഡ്, ലൈറ്റർ ഷെയ്ഡ്, ഹൈലൈറ്റ്, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. സോ അതൊക്കെ വച്ചാലാണ് നമുക്ക് ആ ഒരു 3D പ്രപ്പോർഷനിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ഫ്ലാറ്റായിട്ട് പോകും. ഇപ്പോൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫ്ലാറ്റ് സ്ട്രോക്സാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്.
സോ അത് എല്ലാ ഒരു ഒബ്ജക്റ്റിനെയും അപ്ലൈ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം ഞാനിതിൽ ജസ്റ്റ് ഇതിൻ്റെ ബേസ് കളറൊന്ന് കൊടുത്തിരിക്കുക. അപ്പോൾ എന്ത് ഒബ്ജക്റ്റാണോ ആ ഒബ്ജക്റ്റിൻ്റെ ബേസ് കളർ മാത്രം നമ്മൾ ഫസ്റ്റ് അടിക്കണം. ഓക്കെ, ആൻഡ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈവൻ പേപ്പറിലാണെങ്കിലും ഇപ്പോൾ ഞാനിതിൽ എനിക്ക് കുറച്ച് ഇങ്ങനെ അതിൻ്റെ ബേസ് കളർ അവിടെ ഇവിടെയും കാണുന്നത് ഇഷ്ടമാണ്. അത് കാരണം ഞാനൊരു ഫുള്ളി ഒരു സോളിഡായിട്ടല്ല കൊടുക്കുന്നത്, കുറച്ച് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് എനിക്ക് കാണാം, ഈ വുഡൻ ടെക്സ്ചർ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ വാട്ടർ കളർ ചെയ്യുന്ന സമയത്തും ഒരിക്കലും നമ്മൾ ഭയങ്കര തിക്കായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്യരുത്. കുറച്ച് ആ ഒരു പേപ്പറിൻ്റെ വൈറ്റ് കാണണം എന്നാണ് എപ്പോഴും വാട്ടർ കളറിൽ പറയുക. അതേപോലെ തന്നെയാണ് ഏതൊരു പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് കുറച്ച് അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ചെവിയുടെ ഭാഗത്ത് കുറച്ച് കൊടുക്കാം. ഓക്കെ, ചെവിയിൽ ഒരു കുറച്ച് പിങ്കിഷ് ആൻഡ് ബ്രൗണിഷ് ഷെയ്ഡാണ് ഉള്ളത്. ഞാൻ കുറച്ച് ബ്രൗൺ ആൻഡ് കുറച്ച് റെഡ് മിക്സ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് വൈറ്റ്. ഞാൻ പറഞ്ഞില്ലേ എക്സാക്ട് ഷെയ്ഡ് ആവണമെന്നില്ല, നല്ലോണം വെള്ളം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആ ഷെയ്ഡ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷൻ കണ്ടില്ലേ അതുപോലെ. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ആ ഒരു ഷെയ്ഡ് കംപ്ലീറ്റ് ആയിട്ടിങ്ങനെ കൊടുത്തു. ഓക്കെ, ഈ സൈഡിലും അതേപോലെ തന്നെ കൊടുത്തു. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, ഫുൾ ബേസ് കൊടുത്തു, എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് ഒരു റഫ് കളർ കൊടുത്തു. ഇനി നമുക്ക് ബ്രഷ് സ്ട്രോക്സ് വെക്കണം. ഓക്കെ, ആ ഒരു ഫറിൻ്റെ ഒരു ഔട്ട്ലൈനൊക്കെ ഫീൽ ചെയ്യുന്ന പോലെ കളേഴ്സ് വെക്കണം. സോ ഇനി നമ്മൾ ഇതിൽ ഏത് ഷെയ്ഡാണ് ഉള്ളതെന്ന് ഒബ്സർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കുറച്ചൊരു ബ്രൗണിഷ് ഒരു യെല്ലോയിഷ് ഷെയ്ഡ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പോർഷനിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ഒരു ബ്ലൂയിഷ് ഗ്രേയിഷ് ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ഒരു ലൈറ്റ് ഗ്രേ ടോൺ വരുന്നുണ്ട്. സോ ഏതൊരു പിക്ചർ എടുത്തു കഴിഞ്ഞാലും നമ്മളതിന് ഏതൊക്കെ കളേഴ്സ്, ഒരു കളറായിട്ടുള്ള ഒബ്ജക്റ്റ് ആണെങ്കിലും അതിൽ പല ഷെയ്ഡ് വേരിയേഷൻ ഉണ്ടാവും. ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ ഇനി തൊട്ട് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു ഷെയ്ഡിനനുസരിച്ചിട്ട് നമ്മൾ കളേഴ്സ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് കിട്ടും. ഓക്കെ, പിന്നെ അത് എങ്ങനെയാണ് മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ അത് കുറേ നാളത്തെ പ്രാക്ടീസ് ആൻഡ് നമുക്കിപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു ഒബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ ഷെയ്ഡ് ഉണ്ടെന്ന് നമുക്ക് അത് ബൈ പ്രാക്ടീസ് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഞാനിതിൽ ഈ ഏകദേശം ഈ ഒരു യെല്ലോയിഷ് ടോൺ എടുത്തിട്ട് എവിടേക്കാണോ ആ ഷെയ്ഡുള്ളത് അവിടെ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചെവിയുടെ അവിടെ കുറച്ചുണ്ട്. ഇതും ഒരു ഫൈനൽ ടച്ച് അല്ല, ഇത് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ മേലെ ഒരു കോട്ടും കൂടിയും കൊടുത്തതിന് ശേഷം പിന്നെ ആ ഒരു ഫീച്ചേഴ്സൊക്കെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് ഈ ഷെയ്ഡ് എവിടേക്കാണോ ഈ ഷെയ്ഡ് ഉള്ളത് അവിടെയൊക്കെ ജസ്റ്റ് ഈ ഷെയ്ഡൊന്ന് വെച്ചിട്ട് കൊടുക്കാം. ഇപ്പം കണ്ടോ, ഇപ്പോൾ ഏകദേശം ആ ഒരു രൂപമായിട്ടുണ്ട്. ഇനിയുമുണ്ട് കുറച്ച് പരിപാടികൾ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ കണ്ടോ, ഇതിലിപ്പോൾ ബ്രഷ് സ്ട്രോക്സ് കണ്ടോ പല ഡയറക്ഷൻസിലേക്ക് പോകുന്നുണ്ട്, എന്നാലാണ് നമുക്കതിൻ്റെ ശരിക്കും ആ ഒരു ഫറിൻ്റെ ഡയറക്ഷൻ മനസ്സിലാവുള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഇതിൽ ഇപ്പോൾ ഇവിടെ ഒരു കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡ് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ചൊരു ബ്രൗണിഷ് ഷെയ്ഡ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മൂക്കിൻ്റെ ഭാഗത്ത് കണ്ടോ കുറച്ചൊരു പിങ്കിഷ് ഷെയ്ഡ് വരുന്നുണ്ട്. കണ്ണിൻ്റെ ഭാഗത്ത് പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. സോ അതൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മളതിന് ഒരു എന്താ പറയുക, ഒരു ഫറിൻ്റെ ഹെയർ പാറ്റേൺസൊക്കെ നന്നായിട്ട് വരയ്ക്കാം. അപ്പം ഞാനിതുവരെ ഒരു ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഇപ്പം ഇങ്ങനെ ചെയ്ത് ശീലമായി, അത് കാരണം എനിക്ക് തിൻ പോയിൻറ്റ്സ് ആയിട്ടും ഈ ബ്രഷ് വെച്ചിട്ട് വെക്കാൻ പറ്റും.
പിന്നെ കുറച്ചും കൂടി ഫൈൻ ഡീറ്റെയിലിങ്സിന് വേണ്ടിയിട്ട് ഞാൻ 000 അല്ലെങ്കിൽ 00 ബ്രഷാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ ഫറിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് വളരെ തിന്നായിട്ടുള്ള സ്ട്രോക്സ് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ എവിടേക്കാന്ന് നോക്കണം. അപ്പം ചിലത് ഇങ്ങനെ ഈ ഒരു സൈഡിലേക്ക് പോകുന്നുണ്ട്, ചിലത് നേരെ പോകുന്നുണ്ട്, ചിലത് ഇങ്ങനെ സ്ലാൻറ്റിങ് ആയിട്ട് പോകുന്നുണ്ട്. സോ നമ്മൾ ആ ഡയറക്ഷൻ ഒന്ന് കെയർഫുള്ളി ഒബ്സർവ് ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ. ഇപ്പോൾ നമ്മളിതിൽ ബേസ് കളർ ഈ ബ്ലൂ ഗ്രേ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു വൈറ്റ് തന്നെ ഫീൽ ചെയ്യണം. ഇങ്ങനെ നമുക്ക് തോന്നാൻ പാടില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സ്ട്രോക്സ് ഒക്കെ വെച്ചതിന് ശേഷം ലാസ്റ്റത്തെ പണിയാണ് നമ്മൾ കുറച്ച് വൈറ്റ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഒക്കെ ആ ഹെയർ സ്ട്രോക്സ് എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ തന്നെ കൊടുക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ഒരു വൈറ്റ് ഫീൽ ഉണ്ടാവും. പ്ലസ് വൈറ്റിൽ തന്നെ കുറച്ച് ഷെയ്ഡ് വേരിയേഷൻ പോലെ, ഇപ്പോൾ നമുക്ക് ആ ബ്ലൂവിൻ്റെ ആ ഒരു ഡാർക്ക്നെസ്സും ഫീൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നോക്കുമ്പോൾ വൈറ്റ് ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ഈച്ച് ആൻഡ് എവറി പെയിൻറ്റിങ് ചെയ്യാനായിട്ട്. സോ ഇതൊക്കെ ചെറിയ ബേസിക് ടിപ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആ ഒരു 3D എഫക്റ്റ് വരുന്നില്ല, 3D എഫക്റ്റ് എന്തുകൊണ്ട് വരുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബിക്കോസ് നിങ്ങൾ ഷെയ്ഡിങ് ആൻഡ് ഹൈലൈറ്റിങ് സ്ട്രോക്സ് മര്യാദയ്ക്ക് ആവുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ 2 തവണ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവുമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ എക്സാക്ട് കളർ, ഇപ്പോൾ വൈറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ വൈറ്റ് അടിച്ച് വയ്ക്കും. അങ്ങനെയല്ല. ഇപ്പോൾ വൈറ്റ് ആണെങ്കിലും അതിൽ ചിലപ്പം ഒരു പിങ്ക് ഷെയ്ഡ് വരാം, യെല്ലോ ഷെയ്ഡ് വരാം, ഗ്രേ ഷെയ്ഡ് വരാം. സോ നമ്മളെപ്പോഴും കളർ മിക്സ് ചെയ്തിട്ട് എന്തൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും അതിൽ വരുന്ന കളേഴ്സ് നന്നായിട്ട് ഒബ്സർവ് ചെയ്തതിന് ശേഷം ആ കളേഴ്സും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം ഈ ഫൈനൽ സ്ട്രോക്സ് വരയ്ക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ബിഗിനർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ചെറിയൊരു ഒബ്ജക്റ്റ്, ഇപ്പോൾ എന്തൊരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിലുണ്ടാവും. പിന്നെ എങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ മേലെ ലൈറ്റ് വീഴുന്ന സമയത്ത് അങ്ങനെ ഒബ്സർവ് ചെയ്യാം. ലൈക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഒരു ലൈറ്റിൽ വയ്ക്കുക. അപ്പോൾ ഒരു സൈഡിലേക്ക് ലൈറ്റ് വരും, ഒരു സൈഡിൽ ഡാർക്ക് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏതൊരു ഒബ്ജക്റ്റിൻ്റെ മേലെ നമുക്ക് ഒരുപാട് ഷെയ്ഡ്സ് മനസ്സിലാവും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാൻ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇങ്ങനെ ഒരുപാട് തവണ നമ്മൾ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ കിട്ടും. ഞാൻ എന്തായി പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഡെഫിനറ്റ്ലി ചെയ്യാവുന്ന സംഭവം തന്നെയാണ്. കുറച്ചൊരു പ്രാക്ടീസ് വേണം, പേഷ്യൻസ് വേണം. പിന്നെ കളർ മിക്സ് ചെയ്യാനുള്ള, നമുക്ക് ഏതൊരു കളർ കാണുന്ന സമയത്തും അതിലേതൊക്കെ കളേഴ്സ് യൂസ് ചെയ്യണം എന്നുള്ള, അതിപ്പോൾ എങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നറിയില്ല. അതിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏതൊരു ഷെയ്ഡാണ് അതിൽ നമ്മൾ എന്ത് മിക്സ് ചെയ്യുമ്പോഴാണ് ആ കളർ വരിക എന്നിങ്ങനെ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ചെയ്ത് കാരണം എനിക്കത് ഓട്ടോമാറ്റിക്കലി ഫീഡായി മൈൻഡിൽ. അപ്പോൾ അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല, പക്ഷെ അങ്ങനെയാണ് സംഭവം. ഓക്കെ, ഇനി നമുക്കത് പെട്ടെന്നൊന്ന് ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാം. ഞാൻ ഒരുപാട് കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എല്ലാ ഷെയ്ഡും കൊടുത്തു, പ്ലസ് ഡാർക്ക് ഷെയ്ഡിൽ ജസ്റ്റ് ഔട്ട്ലൈനും കൊടുത്തു, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ഇനി ഇത് ഫ്രെയിം ചെയ്യണം. വാർണിഷും കൂടി അടിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഫ്രെയിം ചെയ്താൽ മതി. ഇത് ആദ്യം കംപ്ലീറ്റ് ചെയ്തതാണ്. പിന്നെ നേരത്തെ കാണിച്ചിരുന്ന ഒരെണ്ണം കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എങ്ങനെ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതല്ല, കുറച്ച് വേറെ ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ഫിനിഷ് ലുക്ക് എങ്ങനെ ഇരിക്കും? നമ്മൾ വൈറ്റ് ഫ്രെയിമാണ് യൂസ് ചെയ്യണത്. ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ഓർഡറാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഈ ബാക്കിയുള്ള നമ്മളിപ്പോൾ ചെയ്തതിൻ്റെയും എഴുതണം. ഇത് സ്കൈ, ബ്ലൂ ആൻഡ് ഇത് മാളു. ഇനി ഒരെണ്ണം കൂടി വരയ്ക്കാനുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഫ്രെയിമും കൂടി ചെയ്ത് കഴിഞ്ഞാലുള്ള ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.